ഹായ്, നമ്മുടെ ആലപ്പുഴ ഉണ്ടല്ലോ ഏറ്റവും ലാഭത്തിന് മീൻ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അതെവിടെയാണെന്നറിയുമോ? നമ്മുടെ റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ESI ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ട്രാക്കിനൊക്കെ തൊട്ട് മുമ്പായിട്ട് ഒരു ചിറയിൽ ഹോം സ്റ്റേ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ 9 മണി ആകുമ്പോഴല്ല, ഒരു 7:30 തൊട്ട് 9:30 വരെ അവിടെ ഇങ്ങനെ മീൻ കാണും. പിന്നെ 9:30 കഴിയുമ്പോൾ അവിടെ എല്ലാം തീർന്നിട്ട് അവർ അടച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ ഭയങ്കര ലാഭത്തിൽ നമുക്ക് മേടിക്കാൻ പറ്റും. ആ ചെമ്മീനിന് കിലോയ്ക്ക് 250 രൂപയുള്ള അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചെമ്മീൻ്റെ വിലയാണ്. ഇത് 400 രൂപയ്ക്ക് വിൽക്കുന്ന ചെമ്മീനാണ് അവർ 250 രൂപയ്ക്ക് അവിടെ കൊടുക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ചെമ്മീനും അയിലയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കതൊക്കെ ഒന്ന് ശരിയാക്കി നോക്കാവേ. അപ്പോൾ ഞാൻ 4 അയില മേടിച്ചിട്ടുള്ളൂ. അര കിലോയ്ക്ക് ഇച്ചിരി മുകളിലുണ്ടായിരുന്നേ. അപ്പോൾ അത് ഒന്ന് കുറച്ചെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. പിന്നെ നമുക്കൊരു ആലപ്പുഴ തിരുവനന്തപുരം ഒരു മിക്സഡ് കറി ഉണ്ടാക്കാൻ പോവാണേ. ആലപ്പുഴ മീൻ കറിയും തിരുവനന്തപുരം കൂടെ ചേരുമ്പോൾ എന്തൊരു പരുവമാകുമെന്ന് നോക്കണം. പിന്നെ നമ്മുടെ ചെമ്മീൻ റെഡിയാക്കി എടുക്കണം. ഇതൊക്കെയാണ് എൻ്റെ ഉച്ചക്കലത്തെ പ്ലാൻ. അപ്പം മീനൊക്കെ വെട്ടുന്ന സമയത്ത് ഞാൻ അരപ്പൊക്കെ തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മീൻ ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്ത് അരിഞ്ഞ് ഈ അരപ്പിൻ്റെ അകത്തോട്ട് ഇട്ടാൽ മതിയേ. അപ്പോൾ അരപ്പ് തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിനൊരു ഫ്ലേവർ ഇങ്ങനെ പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില അപ്പോൾ കൂടെ ചേർക്കാം. ഇതിൻ്റെ അകത്ത് നമ്മുടെ മുരിങ്ങയ്ക്കായും കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു തിരുവനന്തപുരം ആലപ്പുഴ മിക്സഡ് കറി എന്ന് പറഞ്ഞത്. നമ്മുടെ തിരുവനന്തപുരക്കാരാണല്ലോ മുരിങ്ങയ്ക്കയൊക്കെ ഇട്ടിട്ട് വെക്കുന്നത്. നമ്മൾ ആലപ്പുഴക്കാർ അങ്ങനെ മുരിങ്ങയ്ക്കയോ ഒന്നും അയലക്കറിക്കകത്തൊന്നും ഇടാറൊന്നുമില്ല. പിന്നെ ഒരു മീൻ അങ്ങോട്ട് ചെറുതായിട്ട് 3-4 കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മീൻ ഫ്രൈ ഇല്ലാത്തതുകൊണ്ടാരും ചോറുണ്ടാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഓയിലൊക്കെ കുറച്ചേ ആയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കണം. ഭയങ്കര ഡ്രൈ അല്ല, ഇച്ചിരി അധികം ഗ്രേവിയൊന്നും ഇല്ല, ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു സംഭവമാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണേ? ഇനി ഒരു പച്ചക്കറിക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അച്ചിങ്ങാപ്പയറൊക്കെ ഇങ്ങനെ മെഴുക്ക് പുരട്ടാമെന്ന് വെച്ച് പച്ചമുളകൊക്കെ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ചിങ്ങാപ്പയർ എന്ന് പറയുമ്പോഴത്തേക്കിന് കുറച്ച് വെള്ളമൊക്കെ കാണുന്ന കാരണം ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരാനായിട്ട് ചിലപ്പം ചില സ്ഥലത്തു നിന്നൊക്കെ കിട്ടുന്ന പയറിന് ഭയങ്കര വെള്ളമായിരിക്കും. അപ്പോൾ അത് കുറച്ച് പറ്റി വരാൻ കുറച്ച് സമയമൊക്കെ എടുത്ത് അങ്ങനെ ഏകദേശമൊക്കെ ഒരു പരുവം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നിൽ ആവശ്യമായിട്ട് കഴിക്കണം. അതിന് മുമ്പ് ഞാൻ മീൻ കഷ്ണമൊക്കെ ഇട്ട മീൻ അങ്ങോട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിന് ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടിട്ട് തന്നെ കൊതി വരുന്നത്. അപ്പോൾ ഈ കറി ഉള്ളത് കാരണം വേറെ ഗ്രേവിയൊന്നും വേറെ വേണ്ട. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.